ഹായ് ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല വെയിലടിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ജസ്റ്റ് ഒരു നമ്മളൊരു ചെറിയ വീഡിയോ ആണ്. വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ നാഷണൽ മെഡിക്കൽ ആൻഡ് ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കാണിച്ചല്ലോ നിങ്ങൾക്ക്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ എൻ്റെ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നുള്ള സംഗതി. അപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന രണ്ടാമത്തെ വേറൊരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇവിടുത്തെ ഉണ്ടെന്ന് പറഞ്ഞു, പ്രമുഖമായിട്ടുള്ള. അപ്പോൾ അവിടത്തേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ മുടി അത്യാവശ്യം വളർന്നതുകൊണ്ട് എങ്ങനെ വാരിയിട്ട് നിൽക്കുന്നില്ല, അതുകൊണ്ട് ഒരു തൊപ്പി വാങ്ങാൻ തരും. അങ്ങനെ ക്യാപ്പ് ഇട്ടു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓക്കെ. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, തൊപ്പി. അപ്പോൾ നമ്മളെ പിള്ളേരും പറഞ്ഞു നല്ല അടിപൊളിയാണ് കാണാൻ. അപ്പം അങ്ങനെയാണ് ഇത് വാങ്ങിച്ചിട്ടത്. നമ്മളങ്ങനെ നേരെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് സൈഡിലെത്തി. നമ്മളിപ്പോൾ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിലെ തന്നെ ഏറ്റവും ആദ്യത്തെ 2 മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് നാഷണൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും നാഷണൽ മെഡിക്കൽ അക്കാദമിയും. നാഷണൽ മെഡിക്കൽ ആൻഡ് ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ നാഷണൽ മെഡിക്കൽ അക്കാദമി അതിൽ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് വേറൊരു ബ്രാഞ്ചിലേക്ക് മാറിയതാണ്. അപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ട് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. അപ്പം നാഷണൽ മെഡിക്കൽ അക്കാദമി, അതായത് TMA എന്ന് പറയുന്ന TMAയിലെ മുന്നിലാണ് നമ്മളുള്ളത്. നമുക്ക് നല്ല യൂണിവേഴ്സിറ്റിയുടെ ബാക്കി കാര്യങ്ങൾ കാണാം. പുതിയ ബിൽഡിംഗ് ആട്ടോ. പുതിയ ബിൽഡിംഗ് വെച്ചാൽ ഈ വർഷമാണ് ഏകദേശം ഇത് ഇനാഗുറേഷൻ കഴിഞ്ഞത്. അതായത് 2023 ലാസ്റ്റിൽ ആണ് ഈ ബിൽഡിംഗ് ഉദ്ഘാടനം കഴിയുന്നത്. അതിനു മുമ്പൊക്കെ പഴയ ബിൽഡിങ്ങിലായിരുന്നു. ഇവരുടെ തിയറി ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന മെയിൻ ബിൽഡിങ്ങിൻ്റെ വീഡിയോസിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കാണുന്നുണ്ടോ, താഷ്കന്റ് തിബ്ലിയത്ത് അക്കാഡമിയസി, അതായത് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമി എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ മെയിൻ ബിൽഡിങ്ങാണിത്. അതിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. ഇതൊക്കെ അതിൻ്റെ ഗേറ്റാണ്, എൻട്രൻസ് ഉള്ളിലേക്കുള്ള ഡോറാണ്. ഏകദേശം 5-6 നിലകളുണ്ട്. കണ്ടോ, ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പൊക്കെ അടിപൊളിയായി ചെയ്ത് വെച്ചിട്ടില്ലേ. പക്ഷേ ഇത്ര പോരല്ലോ കേട്ടോ, ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. അത് റോഡാണ് ആ സൈഡിൽ കാണുന്നത്. അപ്പോൾ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മ പറഞ്ഞ നമ്മുടെ രണ്ടാമത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. എൻ്റെ കുട്ടികളും മെയിനായിട്ട് ഇവിടെ പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കുട്ടികളൊക്കെ. അപ്പോൾ അജ്മലെ നിങ്ങളുടെ ക്ലാസ് ഇവിടെ അല്ലേ? എങ്ങനെയാണ് അവസ്ഥടാ ഇവിടെ? ഏതൊക്കെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലാണ് വരുന്നത്? തിയറി ക്ലാസ് ഒക്കെ ഇവിടെ. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇതാണ് മെയിൻ. ഇതിപ്പോൾ എത്രയാണ്? നമ്മൾ 4 മാസം അതായത് ബിൽഡിങ് ഇനാഗുറേഷൻ 6 മാസമായി അല്ലേ? 6 മാസം. നിങ്ങൾ വരുന്ന ടൈമിൽ തന്നെ ഉള്ളതാണ്. ഇതിനകത്ത് ക്ലിനിക്സ് ഒന്നുമില്ലല്ലോ? സ്റ്റിമുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് അവസ്ഥ. ലൈബ്രറി ഉണ്ടല്ലോ ടോപ്പ് ഫ്ലോറിലല്ലേ? ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ. അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ടൈം കിട്ടാറുണ്ടോ? വെറുതെ കാണാൻ എടുത്ത് വെച്ചെന്നുള്ള അവസ്ഥയല്ലേ? ഓക്കെ. അപ്പം ഇതാണ് അവസ്ഥ. ഇതൊക്കെ എന്താ ഫ്ലാഗ്? വേറെ 3-4 ഫ്ലാഗ് ഉണ്ടല്ലോ. ഒന്ന് ഉസ്ബെക്കിസ്ഥാൻ്റെത്, ഇത് മെഡിക്കൽ അക്കാഡമിൻ്റെതും, അത് കോളേജിൻ്റെ. ഇത് നമ്മൾ ഇവിടെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടേ ഈ ഫ്ലാഗ്. ഇത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, ഇതിൻ്റെ ആടാ, മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ. ഈ ഫ്ലാഗാണ് നാഷണൽ മെഡിക്കൽ ആൻഡ് ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്ലാഗ്. അവരുടെ പുതിയ NMC ബിൽഡിംഗ് ഉണ്ടല്ലോ, അവിടുന്ന് ഇവിടുത്തെ നാഷണൽ മിനിസ്ട്രിയുടേതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് മെഡിക്കൽ അക്കാദമി. മെഡിക്കൽ അക്കാദമീൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 2015 അങ്ങനെ എപ്പോഴാണ്, 2009-15 ഇത് നാഷണൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഡെൻ്റൽ അവിടെ ഉണ്ടല്ലോ, ആ ക്യാമ്പസിൽ ഉണ്ടായിരിക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറുന്നത്, വേറൊരു ബ്രാഞ്ചായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് മാറുന്നത്. അപ്പം ഇത് ECFMG WFM എല്ലാ അക്രഡിഷനും കാര്യങ്ങളൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. NMCയുടെ ഗൈഡ് ലൈനൊക്കെ അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുത്തെ നല്ല ക്ലിനിക്കൽ എക്സ്പോഷറൊക്കെ നല്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ മുതൽ ക്ലിനിക്സ് കിട്ടുന്നില്ലേ? അപ്പം ക്ലിനിക്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഫസ്റ്റ് ഇയർ മുതൽ കിട്ടുന്നുണ്ട്, മറ്റുള്ള കൺട്രീസിനെ അപേക്ഷിച്ച്. അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട്. പിന്നെ അപ്പം അങ്ങനെയാണ് കഥ. ബാക്കി ഈ ഒരു കാണുന്ന സംഗതിയാണ് ഇതിൻ്റെ ഹോസ്പിറ്റൽ. ആ കാണുന്ന ഗേറ്റ് ഉണ്ടോ, അതിൻ്റെ ആ നേരം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് എത്തും. ഇവരുടെ ഹോസ്പിറ്റൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം എന്തായാലും. അപ്പോൾ ഇതാണ് മെയിൻ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ ആ സൈഡിൽ ഇൻഡോർ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ഉണ്ട്, ടർഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ സ്റ്റേഡിയത്തിൻ്റെ ഇതല്ലടാ വരുന്നത്, ആ കാണുന്നത്. അപ്പോൾ അതൊക്കെയാണ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അതിന് താഴെ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. പിള്ളേർ കളിക്കുന്നൊക്കെ ഉണ്ട് അവിടെ. ഇതിൽ വെള്ളം പോകാറുണ്ടോ? ഓഫാക്കി ഇട്ടാലേ.
അടിപൊളി. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ഹോസ്പിറ്റലിലേക്ക് പോയേക്കാം അല്ലേ? ഇവിടെ നേരെ അപ്പുറത്തെ സൈഡിൽ നമ്മൾക്ക് ഇതിൻ്റെ കീഴിൽ എത്ര ക്ലിനിക്സുകൾ എന്ന് വെച്ചാൽ എത്ര 24 ഇത്ര ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ നാട്ടിലുള്ള പോലെ അല്ല കേട്ടോ. ഹോസ്പിറ്റൽ നമ്പർ പറയുകയാണ് ചെയ്യലല്ലേ? അതായത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വേറെ, ആക്സിഡൻറ്റ് കേസൊക്കെ, പിന്നെ പീഡിയാട്രിക് വേറെ ആയിരിക്കും, ഗൈനക്ക് വേറെ ആയിരിക്കും, ഓർത്തോ സർജറി വേറെ, എല്ലാത്തിനും സെപ്പറേറ്റ് ക്ലിനിക്കാണ്. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാം ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടിടുന്ന പരിപാടി ഇവിടെ ഇല്ല. അത് ഇന്ത്യയിൽ മാത്രം അങ്ങനെ ഉള്ളൂന്ന് തോന്നുന്നു. നമ്മുടെ കസാക്കിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഉസ്ബെക്കിലാണെങ്കിലൊക്കെ USSR ആണെങ്കിലും ഒരുവിധം കൺട്രികളിലൊക്കെ യൂറോപ്യൻ ആ ഒരു സിസ്റ്റം തന്നെയാണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വേറെ തന്നെ ക്ലിനിക്സ് ആയിരിക്കും. ക്ലിനിക്സ് മീൻസ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ വേറെ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ മാത്രം പേഷ്യൻ്റ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഇതിൻ്റെ അകത്ത് കൂടി ഒന്ന് കയറി വെക്കാനായിരിക്കും. കാരണം ഇപ്പം വൈകുന്നേരം സമയം, ശരിക്കും ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പം എന്തായാലും കയറി നോക്കാമല്ലേ? ജസ്റ്റ് ഇതിനകത്തുള്ള ഗ്രൗണ്ട് ഫ്ലോർ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരട്ടെ. ഇതിനകത്ത് കയറി ചെറിയ ഗാർഡൻ അങ്ങനെ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നോ അല്ലേ? ഓക്കെ. ഓ, ഇതാണ് ഇതിനകത്തുള്ള കാഴ്ചകൾ കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു സൈഡിൽ എന്തൊക്കെ കുറേ ലോഗോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ യൂണിവേഴ്സിറ്റീസിൻ്റെ ആണല്ലേ അക്രഡിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല അക്രഡിഷനും അത് ചെയ്തും. SMU എന്താ സംഗതി? എന്ത് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാ? സെമി മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഓക്കെ. അടിപൊളി. ഏഷ്യൻ മെഡിക്കൽ സെൻറ്റർ. ഓ, അസ്വന്തിരോ കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇത് നമ്മുടെ സ്വന്തം കസാഖ് നാഷണൽ യൂണിവേഴ്സിറ്റി മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഓക്കെ. അപ്പോളോ ഹോസ്പിറ്റൽ, SKMA. SKMൻ്റെ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. അൽഫറാബിൻ്റെ അടിയും കണ്ടില്ല. ഓക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടല്ലേ. WH ഇതൊക്കെ എന്താ സംഭവം ഇങ്ങനെ കൊടുത്തതെന്ന് മനസ്സിലായില്ല. ജസ്റ്റ് ഷോ ആണ് അല്ലേ കാര്യങ്ങൾ? ഇതെല്ലാം അടിപൊളി. നമുക്കേതായാലും ഇവിടുന്ന് അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് പോയിക്കഴിഞ്ഞാൽ ഇവിടെ എൻട്രൻസ് ഒക്കെ ഈ രീതിയിലാണ്. പിന്നെ ഇവിടെ ഓരോ ഇത് കണ്ടോ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംഗതി ഏത് ഫ്ലോറിലാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓരോ ഫ്ലോറിൻ്റെയും സംഗതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ നടുക്കളത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ജസ്റ്റ് ക്യാമ്പസിൻ്റെ. ഓക്കെ, ഓപ്പൺ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ആ ഒരു സെൻട്രൽ പോർഷൻ നടുവിൽ. ഈ ചുറ്റും കാണുന്നത് ഇവരുടെ ഈ ക്യാമ്പസിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെയാണ് ഇവർ ക്ലാസ് നടക്കുക. ഓക്കെ. ഇതെന്താ യൂണിവർ കിഡ്സ് നിങ്ങളുടെ ഏരിയ ആണെന്ന്. എന്തായാലും അടിപൊളി സംഭവം കേട്ടോ. പുതിയ ബിൽഡിങ് സെറ്റപ്പാണ്. അങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. ഇതിന് ഓരോ ക്ലാസ് റൂമിലേക്കൊന്നും ഞാൻ കയറാൻ പറ്റില്ല. അത് അപ്പുറത്തേക്ക് കയറാൻ പറ്റുന്നു അല്ലേ? സ്റ്റിമുലേഷനൊക്കെ അവിടെ. നമുക്കൊന്ന് അങ്ങോട്ടേക്കൊന്നും കയറി വെക്കുക. ഓക്കെ. ഈ രണ്ട് സൈഡിലും ക്യാൻറ്റീനാണല്ലോ. ആ ഒരു സൈഡിൽ ക്യാൻറ്റീനാണ്. ഈ ടിപ്പ് ഫുഡ് ക്യാൻറ്റീൻ, ഇതും ടിപ്പ് ഫുഡ് ക്യാൻറ്റീൻ. രണ്ട് സൈഡിലും ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ കോമ്പൗണ്ട് നേരെ ഈ നടുക്കളത്ത് നേരെ അടുത്ത് ഇതിലേക്ക് പോകട്ടോ. ഓക്കെ. വഴുതായിട്ട് ഗ്ലാസ്സിലൊക്കെ അടിച്ചു. ഓക്കെ. സ്റ്റിമുലൈസേഷൻ മർക്കസി കണ്ടോ, അബു ഇബിൻ സിനോ, അലി ബിൻ സിനോ. ഇതിനകത്താണല്ലോ കുറേ ഇതൊക്കെ വരുന്നത്, സ്റ്റിമുലേഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, നൈസ്, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കുറേ LCD TV ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കയറണ്ടാവും അല്ലേ? അകത്തേറി അങ്ങോട്ട് നടക്കും. പ്രശ്നമുണ്ടോ? നമുക്ക് നോക്കിയൊക്കെ ഏതായാലും. ലൈറ്റിംഗ് ഇട്ടാൽ ഭയങ്കര അടിപൊളിയായിരിക്കും അല്ലേ ഇതിൻ്റെ അല്ലേ? ഇപ്പം ആരുമില്ല, എല്ലാം പൂട്ടി പോയിട്ടുള്ളത് കണ്ടോ. ആ സൈഡിലൊക്കെ ആൾക്കാരും ഇല്ല. പീഡിയാട്രിയ, സിനോസി, ഓപ്പറേസിയ, അങ്ങനെ ഓരോന്നിൻ്റെ അത് ഇവിടുത്തെ ലാംഗ്വേജിൽ എഴുതിയ കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ. ബോഡിയൊക്കെ ഇങ്ങനെ ഡമ്മി ബോഡിയൊക്കെ കടത്തി വെച്ചിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ആവും. വിർച്വൽ എല്ലാം സെൻസറാണല്ലേ. 112 റൂം ഇതെന്താ ഡമ്മിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്കതെല്ലാം അങ്ങോട്ട് പോകണം. വാ.
അപ്പോൾ ശരി, നമ്മൾക്ക് ഇനി പുറത്തേക്ക് പോയിട്ട് ഇനി നേരെ ഹോസ്പിറ്റലിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. വേറൊരു സംഗതി ഉണ്ടോ, കൗതുകരൊരു സംഗതി, ഇവിടെയുള്ള കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ളൊരു സ്പേസ് ആട്ടോ ഇത്. ഒരു ശല്യമില്ലാതെ, ആരും ശല്യപ്പെടുത്താതെ ഇതൊക്കെ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. ചെറിയ പ്ലാൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. വേറെ റൂം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ നേരെ അക്കാഡമിയുടെ മെയിൻ ക്യാമ്പസിൽ നിന്ന് ഇവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. ഇതാണ് ഈ ഹോസ്പിറ്റലിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതിനകത്ത് കുറച്ച് നടക്കാനുണ്ട്, ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ടാവല്ലോ നമുക്ക് ഇവിടുന്ന്. ഇവിടെയുള്ള ഡിപ്പാർട്ട്മെൻ്റൊക്കെ ഇവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കേ. ഓക്കെ, ഇത് ഈ ഒരു കോമ്പൗണ്ട് ഫുള്ള് ഇതാണ് കേട്ടോ, TMAൻ്റെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള കേട്ടോ. ഇതിനകത്ത് വേറെ കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരുപാട് എത്രയോ ബെഡ് ഉണ്ട്. ഇത് എത്ര ബെഡാണ് നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ അറിയോ? അറിയില്ല അല്ലേ? എത്ര 450 അങ്ങനെ എത്ര ബെഡ് പറഞ്ഞു, 4500 450 എത്ര ബെഡാണ് ഉള്ളത്. എന്തായാലും അത്യാവശ്യം നടക്കാണ്ട്. ഞാനോ മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ വണ്ടിയിലാണ് വന്നത്, അതുകൊണ്ട് തന്നെ പോവാറൊക്കെ ഇത് അത്യാവശ്യം അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ, ഒരു 1.5 കിലോമീറ്റർ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ എത്തി. അപ്പോൾ ഈ സൈഡിൽ നിന്ന് മുതൽ കണ്ടോ, ഇവിടുന്ന് മുതൽ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ. ഇതാണ് മെയിൻ ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ശരിക്കും ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതാണ്. ഓക്കെ, ഈ സൈഡിൽ കണ്ടോ, അവിടുന്ന് മുതൽ ഇങ്ങോളം ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ സൈഡിൽ അങ്ങനെ നേരൊരു ബിൽഡിങ്, ഇപ്പോൾ സൈഡിൽ വേറൊന്നു. ഇതൊക്കെ ഫുള്ള് പേഷ്യൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള പാസേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മെയിൻ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുള്ളത്. ഇത് വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ, അത്യാവശ്യം നല്ല ബെഡ് ഒരുപാട് ബെഡും കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ബോർഡ് വെച്ചിട്ടുണ്ട്, ഇത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങോട്ട് പോകണം എന്നുള്ള കറക്റ്റ് ഡയറക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ബോർഡിൽ. അപ്പോൾ അത്യാവശ്യം പഴയ ബിൽഡിംഗ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് തന്നെ ഇതിന് പാരലി വേറൊരു ബിൽഡിംഗ് കൂടി ഉണ്ട്. അത് സർജറിയും കാര്യങ്ങളൊക്കെ അവിടെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിനടുത്ത് ഇൻ്റേണൽ മെഡിസിൻ മറ്റുള്ള സംഗതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതുണ്ടാവും. ഒരുപാട് പേഷ്യൻ്റ് ബൈസ്റ്റാൻഡേഴ്സിന് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ പേഷ്യൻസൊക്കെ ഇതിനകത്തുണ്ട് മൊത്തത്തിൽ. പക്ഷെ നമുക്ക് അതിനകത്ത് കയറിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ആ സൈഡിൽ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ കാണിച്ചു തരാം. ആ ഒരു സൈഡ് വശത്തായിട്ട് ഇവിടെ വരുന്ന പേഷ്യൻസിനും അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട്, ഈ സൈഡിൽ ക്യാൻറ്റീനിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ വെള്ളം കാര്യങ്ങളൊക്കെ വാങ്ങിക്കാട്ടെ. ചെറിയൊരു കടയാണ്, ഒരു സ്റ്റേഷനറി എല്ലാം ഉണ്ട് ഇതിനകത്ത് കണ്ടോ, അതിനകത്തെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഏതാണ്ട് ഈ ബാക്കിലോളം വരെ ആ ബിൽഡിംഗ് ഉണ്ട്, ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ്. അപ്പോൾ ആ കാണുന്നതാണ് ഇതുപോലെ വേറൊരു ഔട്ട്ലെറ്റ്, വേറെ ചെറിയ ഷോപ്പുണ്ട്. 2-3 ഷോപ്പ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ. ഈ ക്യാൻറ്റീൻ അത്യാവശ്യം നല്ല അടിപൊളി ക്യാൻറ്റീൻ കേട്ടോ. ഞാൻ ജസ്റ്റ് ഉള്ളിലേക്ക് കയറുന്നില്ല, ഇതുണ്ടോ, ഇതിന് പുറത്തുനിന്ന് തന്നെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇപ്പോൾ ആൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതുണ്ടോ, ഇതാണ് ക്യാൻറ്റീൻ വരുന്നത്. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കഴിക്കാനേ പറ്റും. അതിനകത്ത് കുറേ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പ്ലേറ്റിൽ. അപ്പം ഇതാണ് ഈ ഒരു സൈഡിലെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. വലിയൊരു ഹോസ്പിറ്റൽ കോമ്പൗണ്ടാണ് ഇത് വരുന്നത്. വലിയൊരു സ്ഥലത്താണ്, വലിയ കോമ്പൗണ്ടിലാണ് ഈ ഹോസ്പിറ്റൽ ബിൽഡിങ്ങൊക്കെ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല പേഷ്യൻ്റ് എക്സ്പോഷറും കാര്യങ്ങൾ, പേഷ്യൻസ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ച. നമ്മുടെ ബിൽഡിങ്ങിനൊക്കെ പെയിൻറ്റിങ്ങൊക്കെ ഇളകി തുടങ്ങി മൊത്തത്തിൽ. ചെറുതായിട്ട് പൊളിഞ്ഞ് വരുന്നുണ്ട് പെയിൻറ്റിങ്സൊക്കെ. അതിന് ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ പെയിൻ്റ് അടിച്ചാലും പഴയ ബിൽഡിങ്ങാണ്. ഓക്കെ, അത്യാവശ്യം പഴയ ബിൽഡിങ് ആയതുകൊണ്ട് ഇതാണ് അക്കാഡമിയുടെ മെയിൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ഹോസ്പിറ്റൽ ബിൽഡിങ് ഇവിടെയാണ്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, കണ്ടല്ലോ നിങ്ങൾ. ഇത്രയും ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഓക്കെ, പിന്നെ അജോ, നമ്മൾക്ക് ഇവിടെ എങ്ങനെയാണ് ക്ലിനിക്സ് ഒക്കെ നീ വന്നപ്പോൾ എങ്ങനെയാണ്, പേഷ്യൻസ് ഒക്കെ ഉണ്ടോ, എന്താ അവസ്ഥ? ക്ലിനിക്സ് ഒന്നും കുഴപ്പമില്ല. നമ്മൾ പീഡിയാട്രിക്സ് ചെയ്തപ്പോൾ നമുക്ക് 1-2 പേഷ്യൻസിനെ, 1-2 നമുക്ക് കുറെ പേഷ്യൻസിനെ മീറ്റ് ചെയ്തിരുന്നു. ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പോകും, പേഷ്യൻസ് എങ്ങനെ ഇവിടെ അത്യാവശ്യം നല്ല പേഷ്യന്റ് വാക്കിംഗ് ഇല്ലേ? പേഷ്യൻസ് ഉണ്ട്, പക്ഷെ കൂടുതൽ പിന്നെ ആംബ്യൂട്ടേഷൻ ആയിരുന്നു. ഷുഗർ പേഷ്യൻസ് നല്ലപോലെ, ഷുഗർ പേഷ്യൻസ് ഇഷ്ടം പോലെ. ഇവര് ഷുഗർ ഉപയോഗിക്കുന്ന കുറവല്ലേ ഇവിടെ? ഇവിടെ നല്ല ഡ്രിങ്ക്സും കാര്യങ്ങളും ഷുഗർ ഇവിടെ
സ്പൈസി ഫുഡ് കുറവല്ലേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കാണാം പല്ല് പോയിട്ടുണ്ടാവും എല്ലാവരും എല്ലാത്തിനും പല്ലേക്കില്ല 40 കഴിയുമ്പോഴത്തേക്കും. ശരിയാ. ആംബ്യൂട്ടേഷനും ഷുഗർ പേഷ്യൻസ് കുറെ ഉണ്ട്. ഈ വിരല് മുറിച്ച ആൾക്കാര്, കാല് മുറിച്ച ആൾക്കാർ, അപ്പൊ അവരെ ക്ലീനിങ്ങിനും ഇതിനൊക്കെ തന്നെ നമുക്ക് ബസ്സുമ്പോൾ തന്നെ പോകാൻ അത്യാവശ്യം ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് വിട പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ടഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ മെയിൻ ക്യാമ്പസും അതുപോലെ തന്നെ അവരുടെ ഹോസ്പിറ്റലാണ് നമ്മളിന്ന് കണ്ടത്. രണ്ടും അടുത്തെടുത്ത കേട്ടോ. കാരണം മെയിൻ ക്യാമ്പസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഹോസ്പിറ്റൽ വരുന്നത്. ഇവരുടെ ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെൻറ്റും ഈ ഹോസ്പിറ്റലിൽ തന്നെ വരുന്നത്. ഇവിടെ പേഷ്യൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടഷ്കൻ മെഡിക്കൽ അക്കാദമി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉസ്ബെക്കിസ്ഥാൻ്റെ ഹെൽത്ത് മിനിസ്ട്രിയുടെ കീഴിലുള്ള നേരിട്ട് നടത്തുന്ന 2 യൂണിവേഴ്സിറ്റികളൊന്നാണ്. ഒന്ന് ടഷ്കൻ മെഡിക്കൽ ആൻഡ് ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ NMC ബിൽഡിങ്ങൊക്കെ കാണിച്ചല്ലോ. അതുപോലെ തന്നെ അവരുടെ രണ്ടാമത്തെ മെയിനായിട്ട് നോക്കിയിടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ടഷ്കൻ മെഡിക്കൽ അക്കാഡമി. ഇത് രണ്ടും ഒരു കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒറ്റ യൂണിവേഴ്സിറ്റി ആയിരുന്നു. പിന്നീട് അത് സ്പ്ലിറ്റ് ആക്കിയതാണ്, 2 ബ്രാഞ്ചാക്കി മാറ്റിയതാണ്. കാരണം ഇവിടുത്തെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഈ ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടുത്തെ വേറെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറി. അപ്പോൾ ഈ രണ്ടും ഒന്നിനൊന്ന് മെച്ചാണ്. ഓക്കെ, നിങ്ങൾക്ക് അക്കാഡമിക് ക്വാളിറ്റി, നിങ്ങളെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മെഡിക്കൽ പഠനത്തിൽ വരുന്നുണ്ടെങ്കിൽ അക്കാഡമിക് ക്വാളിറ്റിയിലും ക്ലിനിക്സിൻ്റെ എക്സ്പോസറിലാണെങ്കിലും പക്കാ നമുക്ക് നല്ലൊരു ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു നല്ല യൂണിവേഴ്സിറ്റിയാണ്. ഇവിടുത്തെ കുട്ടികളും ആ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഹോസ്റ്റൽ കാണിക്കാതിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അത് പിന്നെ അതിനകത്ത് കയറാൻ പറ്റില്ല, അത് വേറെ സംഗതി, നമുക്ക് പുറമേ ഉള്ളവർക്ക്. പിന്നെ ഈ ഹോസ്പിറ്റലിനകത്തൊന്നും നമുക്കങ്ങനെ കയറി എടുക്കാൻ പറ്റില്ല, അത് മോശമാണ്. അതുകൊണ്ടാണ് അത് എടുക്കാതെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പഠിക്കാൻ പ്ലാനുള്ളവരോ അല്ലെങ്കിൽ ഇതിന് പഠിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മളെ കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്ത് തരാം. അപ്പോൾ ഈ വീഡിയോ അത്തരത്തിൽ ഇവിടെ മെഡിക്കൽ പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ ഇവിടെ പേരൻസിനോ ഒക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.